ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബംഗളൂരു FC-യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും, രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റുമാണ്. ആദ്യം തന്നെ നമുക്ക് ബംഗളൂരു FC-യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് തന്നെ നോക്കാം. അതായത് ബംഗളൂരു FC അവരുടെ യുവതാരങ്ങളായ റോബിൻ യാദവിനെയും അതുപോലെ തന്നെ അമേ മൊറാജ്കറിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിൽ റോബിൻ യാദവ് വളരെ മികച്ചൊരു പ്ലെയറാണ്. അദ്ദേഹം സന്തോഷ് ട്രോഫിയിലൊക്കെ കർണാടകയ്ക്ക് വേണ്ടി വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും മികച്ച താരവും അദ്ദേഹം കൂടിയായിരുന്നു. അതുപോലെ തന്നെ ബംഗളൂരു FC-യിലും അദ്ദേഹം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊസിഷനിലല്ല അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ ഒരു സെൻറ്റർ ബാക്കായിട്ടാണ് ബംഗളൂരു FC കളിച്ചിരുന്നത്, അല്ലെങ്കിൽ മറ്റു ടീമുകളെ കളിപ്പിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ സന്തോഷ് ട്രോഫിയിലൊക്കെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ പൊസിഷനിലൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത്. സോ അദ്ദേഹത്തിന് ചേരുന്ന പൊസിഷൻ അതൊക്കെ തന്നെയാണ്. കാരണം അദ്ദേഹം അറ്റാക്കിലേക്ക് വരുമ്പോൾ വേറെ ലെവലൊരു പ്ലെയറാണ്. നമ്മൾ അവരുടെ ജൂനിയർ ടീമിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കണ്ടിട്ടുണ്ട്. വേറെ ലെവലിൽ പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. സോ എന്തിനാണ് റോബിൻ യാദവിനെ കളഞ്ഞതെന്ന് ഒരു പിടിയും കിട്ടില്ല. നമുക്കറിയാം, നമ്മളൊരു ഡ്യൂറൻ കപ്പിലാണോ സൂപ്പർ കപ്പിലാണോ എന്നറിയില്ല, നമ്മൾ ഒരു മാച്ച് കളിച്ചിരുന്നത് ബംഗളൂരു FC-യുമായിട്ട്. അന്ന് ബംഗളൂരു FC-യുടെ യുവനിരയുമായിട്ടാണ് നമ്മൾ മത്സരിച്ചത്. ആ ഒരു മാച്ചിൽ ബംഗളൂരു FC വിജയിക്കുകയാണ്. ആ ഒരു ബംഗളൂരു ടീമിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് റോബിൻ യാദവാണ്. സോ റോബിൻ യാദവിനെ എന്തുകൊണ്ട് കളഞ്ഞെന്നറിയില്ല. വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എടുക്കാൻ പറ്റിയൊരു താരമാണ്. കാരണം ഏത് പൊസിഷനിലും അദ്ദേഹം കളിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു വെർസറ്റൈൽ താരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയാൽ മതി, അദ്ദേഹത്തെ എടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബ് എടുത്തുകൊണ്ടാണ് ബംഗളൂരു FC അവരെ വിട്ടുകൊടുത്തതെന്നറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി ഒരു അമയുടെ കാര്യം എനിക്ക് വലുതായിട്ട് അറിയില്ല. അദ്ദേഹം ഒരു നല്ല താരമാണെന്ന് ഏൽക്കും. ഞാൻ അദ്ദേഹത്തെ അധികം ഫോളോ ചെയ്തിട്ടില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴേക്കുന്ന ഒരു റൂമർ അപ്ഡേറ്റ് ആണ്. ഇതിനൊരു റൂമറായിട്ട് മാത്രം കാണുക. ഡൂജെ കോപ്പ് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത് 34 വയസ്സാണ്. കൂടെ അദ്ദേഹം ക്രൊയേഷ്യൻ ഫസ്റ്റ് ടയർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 80 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് അങ്ങനെയൊന്നുമല്ല. വളരെ മികച്ച പെർഫോമൻസ് ആണ് ടീമിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടി 12 ഗോളുകൾ, അതായത് ക്രൊയേഷ്യൻ ഫസ്റ്റ് ടയർ ലീഗിൽ 12 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് ലീഗിൽ തന്നെ സെക്കൻഡോ തേർഡോ ടോപ്പ് സ്കോററാണ് അദ്ദേഹം. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഒക്കെ അങ്ങനെ കാണിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാലറി ഒക്കെ അതിലും കൂടുതലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡൂജെ കോപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്ന തരത്തിലുള്ള റൂമറുണ്ട്. നല്ലൊരു താരമാണ്, നല്ല റെക്കോർഡുണ്ട്, നല്ല ഗോൾ സ്കോറിംഗ് ഒക്കെ ചെയ്യുന്നൊരു താരമാണ്. ടോപ്പ് ടയർ താരമാണ്. യൂറോപ്പിലൊരു ടോപ്പ് ടയർ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. വയസ്സ് മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്താണ് 35 വയസ്സിനടുത്തുണ്ട് ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത്. സോ എന്തായാലും അതായത് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും അതൊരു റൂമർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റൂമറായിട്ട് മാത്രം കാണുക.